പ്രിയപ്പെട്ടവരെ, ഗോ ഗ്രീൻ വിത്ത് ഇവിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം. ഞാൻ എൻ്റെ പേഴ്സണലായിട്ടുള്ളൊരു പ്രശ്നം പറയാനാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അതായത് ഞാൻ എൻ്റെ വാഹനത്തിൻ്റെ ടയർ റീസെൻ്റ്ലി മാറിയാണ്. 1 മാസം 1.5 മാസമായി കാണും. അത് എൻ്റെ അലൈൻമെൻറ്റും ചെയ്തു. അത് കഴിഞ്ഞു ഒരു സർവീസ് വാഹനത്തിൻ്റെ ചെയ്തു. അപ്പോൾ സർവീസ് ചെയ്ത് കഴിഞ്ഞ് വന്നപ്പോഴത്തെ സർവീസിന് ഞാനപ്പോൾ അലൈൻമെൻറ്റ് ചെയ്തില്ല. കാരണം ആ സർവീസ് ചെയ്യുന്ന ഒരാഴ്ച മുമ്പ് ഞാൻ ഓൾറെഡി അലൈൻമെൻറ്റ് ചെയ്തുകൊണ്ട് അവരോട് ചെയ്യേണ്ടെന്ന് പറഞ്ഞു. അത് സർവീസ് കഴിഞ്ഞ് ഞാൻ വരുമ്പോഴത്തേക്ക് 1.5 ആഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്കൊരു ഇതിൻ്റെ സ്റ്റിയറിങ്ങിന് ലെഫ്റ്റിലേക്ക് ഒരു പിടുത്തം എനിക്ക് ഫീൽ ചെയ്തു, ലെഫ്റ്റ് സൈഡിലേക്ക്. ഞാനപ്പോഴത്തേക്ക് വീണ്ടും ഈ കറുകച്ചാലിലെ സർവീസ് സെൻറ്ററിൽ വിളിക്കുന്നു, കാര്യം പറയുന്നു. അപ്പോൾ അവർ പറയുന്നു, അങ്ങനെ ഉണ്ടെങ്കിൽ സാറേ ഏറ്റുമാനൂർ കൊടുക്കുന്നതായിരിക്കും നല്ലതെന്ന് പറയുന്നു. അപ്പോൾ ഞാൻ അതനുസരിച്ച് ഏറ്റുമാനൂർ വിളിച്ച് ബുക്ക് ചെയ്തു സർവീസ്. ഏറ്റുമാനൂർ ഡയറക്റ്റ് അല്ല വിളിക്കുന്നത്, ഇവരൊരു കസ്റ്റമർ കെയർ നമ്പറുണ്ട്, അതിലാണ് വിളിക്കുന്നത്. അപ്പോൾ ഏറ്റുമാനൂരിലേക്ക് സർവീസ് ബുക്ക് ചെയ്തു. ഞാനിത് വണ്ടി കൊണ്ട് കൊടുക്കുന്നു. എനിക്കൊന്ന് കഴിഞ്ഞ മാസം 20-ാം തീയതിയാണ് കൊണ്ട് കൊടുത്തു കഴിഞ്ഞു. എനിക്കൊരു ചെറിയ വർക്കാണുള്ളത്. പക്ഷേ അവർ വൈകുന്നേരം ഒരു 4:30 ആകുമ്പോഴാണ് വണ്ടി തിരിച്ചു വരുന്നത്. ഓക്കെ, അപ്പോൾ അവർ പറഞ്ഞു ഇതിൻ്റെ സ്റ്റിയറിങ്ങിന് ഒരു അലൈൻമെൻ്റ് ഉണ്ട്, അത് മാറി കിടക്കുമായിരുന്നു എന്നാണ് പറഞ്ഞത്. ഒരു 361 രൂപ മറ്റെങ്ങാണ്ട് അതിനുള്ള പേയ്മെൻറ്റ് ഞാൻ കൊടുത്തു. ഞാൻ തിരിച്ചു പോരുന്ന വഴി, അപ്പോൾ ഞാൻ ആലപ്പുഴയിൽ നിന്നാണ് ഈ ഏറ്റുമാനൂർ പോകുന്നത്. തിരിച്ച് പോരുന്ന വഴി എനിക്ക് മനസ്സിലായി ആ പ്രശ്നം ഇപ്പോഴും നിലവിലുണ്ടെന്നുള്ള കാര്യം. ഞാൻ പിറ്റേന്ന് ഞാൻ എന്ത് ചെയ്തു, നമ്മുടെ ആപ്പ് വഴി ഞാൻ ഫീഡ്ബാക്ക് കൊടുത്തു. എൻ്റെ പ്രശ്നം പരിഹരിക്കപ്പെട്ടിട്ടില്ല. പക്ഷേ എനിക്ക് അതിനൊന്നും തിരിച്ചൊരു റിപ്ലൈ കോളോ മറ്റു കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ വീണ്ടും ഇവരെ കസ്റ്റമർ കെയർ വിളിച്ചു, കാര്യം പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, സാറേ ഞാൻ ഒരു 5 മിനിറ്റുള്ള സാറിനെ തിരിച്ചു വിളിക്കുമെന്ന് പറഞ്ഞു. 2-3 ദിവസമായിട്ടും ഒരു റിപ്ലൈ ഇല്ല. അത് കഴിഞ്ഞാൽ പിന്നെയും കഴിഞ്ഞ ദിവസം അവരെ വിളിച്ചിട്ട് ഞാൻ അപ്പോൾ റഫായിട്ടാണ് ഇച്ചിരി സംസാരിച്ചത്. കാരണം വെച്ചാൽ നമ്മൾ ഇത്രയും ഫീഡ്ബാക്ക് കൊടുത്തു, അതിനോടൊപ്പം തന്നെ വിളിച്ചു പറഞ്ഞിട്ടും ഇവർ ഒരു റെസ്പോൺസ് ഇല്ലാത്ത സ്ഥിതിക്ക് ഞാൻ ചോദിച്ചു, നിങ്ങളുടെ കസ്റ്റമർ കെയർ മാനേജ്മെൻറ്റ് ഇങ്ങനെയാണെന്നൊക്കെ ചോദിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ആ എടുത്ത വ്യക്തി പറഞ്ഞു, സാർ ഒരു 5 മിനിറ്റുള്ളിൽ സാറിനെ വീണ്ടും തിരിച്ചു വിളിക്കാം, ഞാൻ ഈ പ്രശ്നം ഞാൻ ഏറ്റുമാനൂരിലേക്ക് എസ്കലേറ്റ് ചെയ്യുന്നുണ്ടെന്നും പറഞ്ഞ് അദ്ദേഹം ഫോൺ വെച്ചു. എനിക്ക് അപ്പോഴത്തേക്ക് അവിടുത്തെ CRM നമ്പരും കൂടി അദ്ദേഹം പറഞ്ഞു തന്നിരുന്നു. എന്നാൽ ഞാൻ രാവിലെ ഒരു 10:30 ആ സമയത്താണ് വിളിക്കണത്. പക്ഷെ അന്നും ഉച്ച കഴിഞ്ഞിട്ടും കോളൊന്നും വന്നില്ല. അപ്പം അങ്ങനെ വന്നപ്പോൾ ഞാനൊരു 5 മണിയോടടുത്ത്, കാരണം അവരുടെ ഓഫീസ് അടയ്ക്കുന്നതിന് മുമ്പ് വിളിക്കണമല്ലോ, 5 മണിയോടടുത്ത് ഞാൻ വീണ്ടും ഈ CRM വിളിക്കുന്നു. കാരണം അവർ 2 തവണയും തിരിച്ചു വിളിക്കാനായിട്ട് വിളിച്ചില്ല. CRM വിളിക്കുന്ന കാര്യം പറയുന്നു. അപ്പം പുള്ളി പറയുന്നത്, എനിക്ക് തോന്നുന്നത് ഒരു വെള്ളിയോ ശനിയോ മറ്റോ ആണ്, വെള്ളിയാഴ്ചയാണെന്ന് തോന്നുന്നു. അപ്പോൾ എന്നോട് പറഞ്ഞു, സാർ തിങ്കളാഴ്ച വണ്ടി ഒന്ന് കൊണ്ടുവരാമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, വന്ന പ്രശ്നം തീർത്ത് തരുമോ? അതൊക്കെ തീർത്ത് തരാം. വന്നിട്ട് പുള്ളി പറഞ്ഞു, ഒരു കാര്യം ഞങ്ങൾ വണ്ടി പിക്കപ്പ് ചെയ്യാം, എവിടെ ആ സ്ഥലം എന്ന് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, വേണ്ട, നിങ്ങൾക്ക് അത് ബുദ്ധിമുട്ടാവില്ലേ, ഞാൻ രാവിലെ തന്നെ കൊണ്ടുവരാം, എനിക്ക് എത്രയും പെട്ടെന്ന് ഇതൊന്ന് പരിഹരിച്ച് തന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, ഓക്കെ അതൊന്നും കുഴപ്പമില്ല, കൊണ്ടുവരാൻ പറഞ്ഞു. ഞാൻ അങ്ങനെ രാവിലെ തന്നെ ലെക്സൺ ടാറ്റ ഏറ്റുമാനൂർ ചെല്ലുന്നു. പക്ഷേ ഞാൻ അവിടെ കാര്യങ്ങൾ പറയുന്നു. അപ്പോൾ ഒരു 11:30-12 കൂടി വെച്ചാൽ ഞാൻ രാവിലെ തന്നെ ചെന്നു. 11:30-12 മണിയോടുകൂടി വണ്ടി ഓടിച്ചു നോക്കാൻ ഒരാൾ വരുന്നു. പുള്ളി വണ്ടി ഓടിക്കുന്നു. പുള്ളി എന്നിട്ട് പറഞ്ഞു, ഇതിന് പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, അങ്ങനെ വരാൻ വഴിയില്ല. അപ്പോഴത്തേക്ക് ഞാൻ ഓടിക്കാമെന്ന് പറഞ്ഞ് ഞാൻ ഓടിക്കുമ്പോൾ വണ്ടി പാളി പോകുന്നുണ്ട്, ലെഫ്റ്റിലേക്ക് പാളി പോകുന്നുണ്ട്. ഉടനെ പുള്ളി പറഞ്ഞു, അത് സാറ് റോഡിൻ്റെ അവസ്ഥ അങ്ങനെ ആയതുകൊണ്ടാണെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് ഓടിക്കുമ്പോഴത്തേക്ക് അത് പാളുന്നതായിട്ടാണല്ലോ ഫീൽ ചെയ്യുന്നതെന്ന് പറഞ്ഞു. അല്ല, റോഡിൻ്റെ വളവിൻ്റെ ആണെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് ഓക്കെ, ഞങ്ങൾ എന്തായാലും അലൈൻമെൻറ്റ് ചെയ്തേക്കാമെന്ന് പറഞ്ഞ് പുള്ളി അലൈൻമെൻറ്റും ഈ സ്റ്റിയറിങ്ങിൻ്റെ അലൈൻമെൻറ്റ് വീണ്ടും അവർ ചെയ്തു. എന്നിട്ട് ഒരു 1000 രൂപയ്ക്ക് അടുത്ത് ബില്ലും തന്നു. ഞാൻ പറഞ്ഞു, ഈ അലൈൻമെൻറ്റ് നേരത്തെ ഒന്ന് ചെയ്തേലേ, അതൊന്ന് ചെയ്യുമ്പം അരിക്കുമ്പോൾ വീണ്ടും ചെയ്യേണ്ടി വരുമെന്ന് പറഞ്ഞ് ഞാനത് കൊടുത്തിട്ട് പോന്നു. ഞാൻ വണ്ടി ഓടിച്ചു നോക്കി, എനിക്ക് ആ പ്രശ്നമുണ്ട്. കാരണം അവർ അംഗീകരിക്കുന്നില്ല, അവർ ഓടിച്ചു നോക്കിയിട്ടില്ല എന്ന് പറയുന്ന പ്രശ്നം. പിന്നെ നമ്മൾ എങ്ങനെയാണ് അവരെ പറഞ്ഞ് മനസ്സിലാക്കുക? നിങ്ങളിപ്പം സുഹൃത്തുക്കളെ, നിങ്ങളിത് നോക്കുക. ഞാനിപ്പോൾ വണ്ടി സ്ട്രേറ്റ് റോഡിലൂടെയാണ് പോകുന്നത്. ഞാൻ സ്റ്റിയറിങ്ങിൽ നിന്ന് കൈ എടുക്കുകയാണ്. ഈ വണ്ടി എവിടെ ചെന്നാൽ നിൽക്കുന്നത് നിങ്ങൾ നോക്കിക്കോണം, ഒന്ന് നോക്കുക. കണ്ടോ, വണ്ടി എവിടെ ചെന്നാൽ നിന്നത്? ഈ സൈഡിലാണോ ഒന്ന് നിന്നത്? അപ്പോൾ ഈ സൈഡൊന്ന് നിങ്ങൾക്ക് നോക്കാം. ഇത്രയും റോഡിൻ്റെ നടുക്കൂടി വന്ന വണ്ടിയാണ്. ഇതിപ്പം വന്ന് നിന്നേക്കുന്നത് ഈ സൈഡിലാണ്. ഇതാണ് ഈ വണ്ടിയുടെ പ്രശ്നം. ഇവർ ഓടിച്ച് നോക്കിയിട്ട് ഇവർക്ക് പ്രശ്നമില്ലെന്നാണ് അവർ പറയുന്നത്. ഞാൻ ഓടിച്ച് കാണിച്ചു കൊടുത്തു, പാളുന്നതും കാണിച്ചു കൊടുത്തു. അപ്പോൾ അവർ പറഞ്ഞു, റോഡിൻ്റെ പ്രശ്നം കൊണ്ടാണെന്ന് പറഞ്ഞു. ഇതിപ്പോൾ ഞാനൊന്നും ചെയ്തിട്ടില്ലല്ലോ, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ. ഈ വണ്ടി ഇപ്പോൾ എവിടെയാണ് പാർക്ക് ചെയ്തിരിക്കുന്നത്? റോഡിൻ്റെ നടുക്ക് കിടന്ന വണ്ടിയാണ്. ഏതാനും സെക്കൻഡുകൾ കൊണ്ട് ഈ വാഹനം പാർക്ക് ചെയ്തിരിക്കുന്നത് ഈ സൈഡിലാണ്. ഞാനത് ഇറങ്ങി
നിന്ന് നിങ്ങളെ കാണിക്കാം വണ്ടി എവിടെയാണ് കിടക്കുന്നതെന്നുള്ള കാര്യം. കണ്ടോ, വണ്ടി ഇപ്പം ഈ ഭാഗത്താണ് കിടക്കുന്നത്. റോഡിൻ്റെ നടുക്കൂടി വന്ന വണ്ടിയാണ്. ഒത്തിരി ദൂരമൊന്നും ഞാൻ ഓടിച്ചിട്ടില്ല, ഏതാനും മീറ്ററുകൾ മാത്രമേ ഞാൻ വാഹനം ഓടിച്ചിട്ടുള്ളൂ. ഇത് ഇപ്പോൾ നിർത്തിയിട്ടിരിക്കുന്നത് ഈ ഭാഗത്താണ്. ഞാൻ ഒരിക്കലും സ്റ്റിയറിങ് വെട്ടിച്ചതൊന്നുമല്ല. അത് നോർമലി വന്ന് ഈ വാഹനം ഇവിടെയാണ് നിന്നിരിക്കുന്നത്. ഇതാണ് ഇതിൻ്റെ പ്രശ്നം. നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? കാരണം ഇത് രണ്ടാമത്തെ തവണ എന്നിട്ടും അവരെ കാണിച്ചു കൊടുത്തിട്ട് അവർക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ നമ്മൾ പിന്നെ എന്ത് ചെയ്യും? ഇനിയിപ്പം ആകെ എന്താ പറയുക, നല്ലൊരു സർവീസ് കിട്ടുന്നില്ല എന്നുള്ളത് ഒരു വലിയൊരു വിഷയം തന്നെയാണ്. മാത്രമല്ല, നമ്മൾ കംപ്ലൈൻറ്റ് പറഞ്ഞു കൊടുത്താൽ അവർക്കത് മനസ്സിലാവുന്നില്ല, അവർ റെക്ടിഫൈ ചെയ്യുന്നില്ല. നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നിങ്ങൾ പറയുക. സുഹൃത്തുക്കളെ, നിങ്ങൾക്കത് മനസ്സിലാവുമെന്ന് തോന്നുന്നു. ശരിക്കും അതായത് ഏതാനും മീറ്ററുകൾ തന്നെ മുന്നോട്ട് പോകുമ്പോഴത്തേക്ക് വണ്ടി ലെഫ്റ്റിലോട്ട് അങ്ങ് പാളിപ്പോവുകയാണ്. അപ്പോൾ ഇത് ഞാൻ ഓടിച്ച് കാണിച്ചിട്ട് അവർ റോഡിൻ്റെ പ്രശ്നം മൂലമാണെന്ന് പറഞ്ഞ് ജസ്റ്റ് ഒന്ന് അലൈൻമെൻറ്റ് ചെയ്ത് വിടുക മാത്രമാണ് ചെയ്തത്. ഇനി അവരുടെ അടുത്ത് കൊണ്ടുപോയിട്ട് കാര്യമില്ല. അപ്പം ശരിക്കും എന്താ പറയുക, എൻ്റെ 2 ദിവസവും പോയി, കാശും പോയി. അതായത് ഈ രണ്ടാമത്തെ ദിവസവും ഈ പ്രശ്നമായിട്ട് അതായത് ഇവർ എനിക്ക് തോന്നുന്നു 12 മണി ആ സമയത്തും കണ്ടാണ് വണ്ടി റോഡ് ടെസ്റ്റിന് വേണ്ടി കൊണ്ടുപോകുന്നത്. അത് എന്നെയും കൂടെ കൂട്ടിക്കൊണ്ടാണ് പോകുന്നത്. എന്നിട്ടാണ് പ്രശ്നമൊന്നും ഇല്ല, അലൈൻമെൻറ്റ് ചെയ്തേക്കാമെന്ന് പറഞ്ഞത്. ആ അലൈൻമെൻറ്റ് ചെയ്തിട്ട് എനിക്ക് വാഹനം തരുന്നത് 5 മണിയോടടുത്താണ്. രാവിലെ എളുപ്പം വിട്ടേക്കാമെന്നും പറഞ്ഞ് പോയ ഞാനാണ്. എനിക്ക് അന്ന് വേറൊരു വഴിക്ക് പോകേണ്ടതായിരുന്നു, എനിക്ക് അതിനും പോകാൻ പറ്റിയില്ല. അപ്പോൾ ഞാനൊരു ഉച്ചയാകുമ്പോഴെങ്കിലും വണ്ടി കിട്ടും, എൻ്റെ കാര്യത്തിന് പോകാമെന്ന് വിചാരിച്ചു. അത് 4:30, 4:45 വരെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു. ഇനി അങ്ങോട്ട് കൊണ്ടുപോയിട്ട് കാര്യമില്ല. നിങ്ങൾ തന്നെ ആലോചിക്കുക, ഇതിനൊക്കെ എന്താണ് ചെയ്യേണ്ടത്, എന്താണ് മറുപടി പറയേണ്ടത്. ഓക്കെ, താങ്ക് യു.